ഗൈസ് വെൽക്കം ബാക്ക്. ഇന്നാണ് ഡേ 3 ഓഫ് 5 ഡേ സ്റ്റഡി ചലഞ്ച്. ഡേ 1ഉം ഡേ 2ഉം കഴിഞ്ഞു. ഡേ 1 ഇത് 24-ാം തീയതി വീഡിയോ കിട്ടിയിരുന്നു. ഡേ 2 25-ാം തീയതി ആയിരുന്നു. അതൊരു ഷോർട്സ് ആക്കിയിട്ടായിരുന്നു. ഇന്ന് വീഡിയോ ആണ്. അപ്പോൾ ഡേ 3-ലെ സ്ലോട്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്ലോട്ട് തന്നെ ഫിസിക്സ് ചാപ്റ്റർ 1 ഓൺ എക്സാമിനുള്ളതാണ്. പിന്നെ സെക്കൻഡ് സ്ലോട്ടിൽ നോക്കുകയാണെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സും ഓൺ എക്സാമിനുള്ളതാണ്. സെക്കൻഡ് സ്ലോട്ടിൽ ഞാൻ ഈ ചെറിയ പാഠം കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഉണ്ട്. ഫിസിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാണ്ട് കുറച്ച് അത്യാവശ്യം പഠിക്കാനുണ്ട്. ഇന്ന് സ്ലോട്ട് 1 സ്ലോട്ട് 2 കൂടി. അപ്പോൾ എന്തായാലും നമുക്ക് പണികളിലേക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒന്ന് പല്ല് വെച്ചിട്ട് അപ്പോൾ 5:30 ആയിട്ടുള്ളൂ. പക്ഷേ ക്ലോക്ക് നടക്കാത്തതുകൊണ്ട് കാണുന്നില്ല. അത് അവിടെ കാണിച്ചു തരാം. 5:30 ആയിട്ടില്ല, 5:20 ആയിട്ടുള്ളൂ. 5:20 ആയിട്ടുള്ളൂ. എന്തായാലും പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. പല്ല് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കണം. അത് അമ്മ കൊണ്ടുവന്നിരുന്നു. അമ്മ ജോലിൻ്റെ മീറ്റിങ്ങിനായിട്ട് കോയമ്പത്തൂർ വെക്കും. അവിടെ കുറച്ച് ചായപ്പൊടി ഉണ്ട്. അതൊക്കെ ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും ചായ ഉണ്ടാക്കാൻ തോന്നുന്നില്ല. നാളെ എന്തായാലും 5 മണിക്ക് 5:30 എണീക്കുക. അപ്പം ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം പറ്റാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കണം. നമുക്ക് ഷുഗർ ഉണ്ട്, ചായപ്പൊടി ഉണ്ട്. ഇത് ആസാമിലെ ചായപ്പൊടി ഉണ്ട്. ആസാമിലെ ചായപ്പൊടി ഇല്ലേ, അങ്ങനെന്താണ് ആസാം ബ്ലാക്ക് ടീ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതുണ്ട് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. അതുണ്ട്. പിന്നെ ബ്രൗൺ ഷുഗർ ഉണ്ട്, കുറച്ച് ബ്രൗൺ ഷുഗർ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് പല്ല് കഴിഞ്ഞിട്ടാണോ. അപ്പോൾ ഗൈസ് നമ്മൾ താഴത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലോക്കും വർക്ക് ചെയ്യില്ല. എന്തൊക്കെയോ അപശകനം പിഴകളാണ് കാണുന്നത്. എന്തായാലും വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ എന്നിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ, ഇതൊക്കെ ഒഴിക്കാൻ. അപ്പോൾ സാധനങ്ങളൊക്കെ കണ്ടില്ല. എന്തായാലും ഇതൊന്ന് ഓണാക്കട്ടെ. അപ്പോൾ ഗൈസ് അത് ഓണാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഒരു പാൽപ്പൊടീൻ്റെ പാക്കറ്റ് കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ നാളെ തന്നെ തിന്ന് നിർത്തുക. അതിനോണ്ട് ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ പഠിക്കാനുള്ള ബുക്ക് കൊടുത്തിട്ടുണ്ട്. 5:30 മുതൽ 7 മണി വരെ റിവിഷനുള്ള ടൈമുള്ളൂ. അപ്പോൾ ഇപ്പോൾ റിവൈസ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും റിവിഷൻ തുടങ്ങട്ടെ. അപ്പോൾ ഗൈസ് റിവിഷൻ ചെയ്യാൻ ടൈം ഉണ്ടല്ലോ വിചാരിച്ചപ്പോൾ വെള്ളം തിളച്ചു. നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പോകണേ. എന്താവും എന്ന് പറഞ്ഞുകൂടാ. അതായത് നമുക്ക് നോക്കാം ഓരോന്ന്. ആദ്യം നിന്ന് കാപ്പിപ്പൊടിയാണ്. അടുത്ത തന്നെ ഷുഗറാണ്. ഷുഗർ അടുത്തത് കുറച്ച് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ കൽക്കണ്ടിട്ടായിരുന്നു. അടുത്തതായിട്ട് കുറച്ച് പാൽ ഒഴിക്കാം. നമുക്ക് എന്തായാലും പാൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ഇടാല്ല. പഞ്ചസാര എന്തായാലും ഫുള്ളാക്കാം. ബ്രൗൺ ഷുഗർ ഉണ്ട്, ശർക്കരറ്റാണ്. എന്തൊക്കെ സാധനങ്ങൾ. ആസാമിലെ ടീ നമ്മൾ ഇട്ടില്ല. അതിനിപ്പോൾ വേറെ കോഫീൻ്റെ കൂടെ ആസാമിൻ്റെ ടീ ഇട്ട പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇട്ടില്ല. പിന്നെ അപ്ലൈത്താം. ഇനിയിപ്പോൾ എന്തും കൂടി ഉള്ളൂ. ഇത് സെർവ് ചെയ്യുമ്പോൾ എടുക്കാനുള്ളതാണ്. കുറച്ചുള്ളൂ സാധനം. കാണാൻ കഴിയുന്ന വിചാരിക്കും. സെർവ് ചെയ്യുമ്പോൾ എടുക്കാനുള്ളതാണ്. കുറച്ചുള്ളൂ. അപ്പോൾ എന്തായാലും ചായ ഇങ്ങനെ ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇങ്ങനെ ആയിട്ടുണ്ട്. എന്തോ ഒരു ഇതായി. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഗൈസ് ക്ലാസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ മഞ്ഞ സാധനം ഇട്ടിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഇട്ടിട്ടുണ്ട്. ഇത് കുടിച്ചു നോക്കട്ടെ. അച്ഛമ്മ എങ്ങനെ ടേസ്റ്റ്? അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇട്ടിട്ട് മധുരമില്ല. അതല്ല, പാല് കുറച്ച് കുറവാണ്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ചായക്ക് ഉണ്ടാക്കി. കോപ്പിക്ക് അടിയിൽ കുറച്ച് പഞ്ചസാര അരിയാതെ ഇറങ്ങുന്നത്. അതാണ് മധുരമില്ലാത്ത. അടിയിലെത്തിയപ്പോൾ നല്ല മധുരമുണ്ട്. തന്നെ ഉള്ളു. റിവിഷൻ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 8:10 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത ഡേ 2 എടുത്ത കെമിസ്ട്രിയും മാത്സും ഒക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫുഡും കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ സ്ലോട്ട് 1 ഫസ്റ്റ് ചാപ്റ്ററിനെ കാണാൻ പോയി. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അലക്സാർ വീഡിയോ ഇട്ടിന്, അലക്സാർ ലൈവ് ഇട്ടിന്. ഏകദേശം 2 മണിക്കൂറും 26 മിനിറ്റും ഉണ്ട്. 1 വർഷം മുന്നിട്ടാണ്. എന്നാലും കുഴപ്പമില്ല. എന്തായാലും നമുക്കിത് നേരെ കാണാം. ഫസ്റ്റ് സ്ലോട്ടിൽ തീരുന്ന ഉറപ്പില്ല. ഒരു 2 മണിക്കൂർ 26 മിനിറ്റ് ഉണ്ട്. കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും തീരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ തുടങ്ങി.
അപ്പോൾ ഗൈസ് 10:35 ആയിട്ടുണ്ട്. അപ്പോഴത്തേനും 1 മണിക്കൂർ 26 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കറക്റ്റ് 1 മണിക്കൂറും കൂടി ഉള്ളൂ. അടിപൊളി ക്ലാസ്, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്, ഡെറിവേഷനൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ആദ്യം പഠിച്ചിരുന്നു, അതിനോട് തന്നെ ഇപ്പോൾ കുഴപ്പമില്ലാതെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്ക് എടുക്കണതാണ്. എത്ര 10:35, ഒരു 11:15 വരെ ബ്രേക്കാണ്. കുറച്ച് വർക്കൗട്ട് ചെയ്യാണ്ട്, ഇത്തിരി വർക്കൗട്ട്, പിന്നെ എന്താണ് പിന്നെ ഇതിന് ഫ്രഷ് ആവാണ്ട്. അപ്പോൾ എന്തായാലും ബ്രേക്കണയാണ്. അപ്പോൾ ഗൈസ് ഇതാ 11:45 കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 11:15 കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ടി വിയും കണ്ടിരുന്നു. അങ്ങനെ പറ്റിപ്പോയി. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ 11:45 ഇതിൽ 1.5 വരെ ടൈം ഉണ്ടല്ലോ, 1 മണിക്കൂർ എന്തായാലും തീർക്കായി. ഇതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, അതിനോട് തന്നെ ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് കണ്ട് തീർക്കാം എന്തായാലും. അപ്പോൾ ഗൈസ് 1:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലായി. ഞാൻ ഒരു വട്ടം ആദ്യമേ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ റിവിഷൻ മാതിരി ആയത്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മനസ്സിലായാണ്. നോട്ട് ചെയ്തുകൊണ്ടാണ് കുറേ ടൈം എടുത്തില്ലേ, അത്ര ടൈം ആവില്ല. നോട്ട് ഞാൻ എഴുതിയില്ല, ഞാൻ ഏതൊക്കെയോ റഫിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇപ്പോൾ അതൊക്കെ എഴുതി ഫുൾ സെറ്റായി. ഇനിയിപ്പോൾ എന്തായാലും 1:15, ഇനി എന്തായാലും ഒരു 2:15, 2:20 വരെ ബ്രേക്കാണ്, ഫുഡ് കഴിക്കാനുള്ള ബ്രേക്കാണ്. അപ്പോൾ ബ്രേക്കണെയാണ് ഗൈസ്. കുറച്ച് നേരം കിട്ടുന്നുണ്ട്. 2:30 2:45. അപ്പോൾ നമുക്ക് കെമിസ്ട്രി സെക്കൻഡ് സ്ലോട്ടിലെ കെമിസ്ട്രീൻ്റെ ഇലക്ട്രോ കെമിസ്ട്രി 3ാമത്തെ ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. 1 മണിക്കൂർ 31 മിനിറ്റ് ഉള്ളൂ. അത് വലിയ കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഏതായിരുന്നു ഫിസിക്സ് 3ാം ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിയണം എന്തായാലും. നിങ്ങളുടെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ കമൻ്റ് ഇടുക, മോട്ടിവേറ്റിംഗ് ആവും. അപ്പോൾ എന്തായാലും നേരെ തുടങ്ങണതാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഏകദേശം 6:20 ആയിട്ടുണ്ട്. ഇപ്പോഴും ക്ലാസ് ഏകദേശം 21 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ ആദ്യം കാണിച്ചത് ഇലക്ട്രോ കെമിസ്ട്രി ആയിരുന്നു. അതല്ലാതിപ്പോൾ ഏതാ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഏതാ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഇതാണ്, കെമിക്കൽ കൈനറ്റിക്സ് ആണ്. 58 മിനിറ്റ് ആകുള്ളൂ. ഞാൻ ഇപ്പോൾ 21 മിനിറ്റ് ആയിട്ടുള്ളൂ. 3 മണിക്ക് കാണാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ എന്താ പറ്റിയെന്ന്, സംഭവം വേറെ ഒന്നുമില്ല, ചെറിയൊരു പ്രശ്നം പറ്റി. നല്ല രീതിയിലുണ്ട് ഉറക്കം വന്നു. ഇടം വരെ നോക്കിയില്ല, കിടന്നങ്ങൾ ഉറങ്ങി. പിന്നെ ഞാൻ നീറ്റത് 5:30. അങ്ങനെ ഉറങ്ങിപ്പോയി. വല്ലാത്ത സീനാണത്. അങ്ങനെ ഉറക്കമൊക്കെ വരില്ലേ ഇടയ്ക്കൊക്കെ എത്തപ്പത്. നമ്മൾ മനുഷ്യനല്ല അച്ഛനെ. അപ്പം അത് തന്നെയുള്ളൂ. ഇനിയിപ്പോൾ 7 മണിക്ക് വരണം, കറക്റ്റ് 7 മണിക്ക് വരണം എന്നുണ്ട് എനിക്ക് ആഗ്രഹം. പക്ഷെ അറിയില്ല, വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ കഴിയും തപ്പപ്പോൾ വന്നാൽ. അപ്പോൾ 7 മണി വരെ ബ്രേക്കാണ്, എന്തായാലും ബ്രേക്കണെയാണ്. ഇനിയിപ്പോൾ 7 മണിക്ക് കഴിഞ്ഞിട്ട് വേണം മറ്റേ പാഠം തീർക്കാൻ. ഈ പാഠം തീർത്തിട്ട് വേണം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ക്വസ്റ്റ്യൻസ് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ. എന്തായാലും ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ കുഞ്ഞാറ്റിൻ്റെ സർലാക്കൊക്കെ ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞാറ്റൊന്നും ഇവിടെ ഇല്ല. കുഞ്ഞാറ്റൊക്കെ ശ്രീകൃഷ്ണജയന്തി ആയിട്ട് പോയിക്കാണ്. ഞാൻ മാത്രം പോയില്ല. അച്ഛനും അച്ഛമ്മയും ഇവിടെ ഉണ്ട്. അച്ഛനും അമ്മയും എൻ്റെ അനിയനും കുഞ്ഞാറ്റൊക്കെ പോയിന്. അപ്പോൾ എന്തായാലും 7 മണി കറക്റ്റ് ഞാൻ വാക്ക് വലിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊന്നുമില്ല, കുറേ വട്ടം വലിച്ചിട്ട്. എന്നാലും വേറെ ഒന്നുമില്ല പറയാം. ഇനിയിപ്പോൾ നേരെ തുടങ്ങണതാണ്. 7 മണി തൊട്ടിട്ട് ഒരു 8:30 ഉള്ളിൽ എന്തായാലും തീരും. അതൊക്കെ നൈസിൽ ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും തുടങ്ങാം നമുക്ക്. കറക്റ്റ് 8:45 ആയപ്പോൾ നമ്മളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 9:15 വരെ ബ്രേക്ക് എടുക്കണം. എന്തായാലും ഫുഡ് കഴിക്കാൻ അത്രയൊക്കെ ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്രയൊക്കെ ബ്രേക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്തെന്ത് തീരുമാനിക്കുക. ഒന്നെങ്കിൽ ഞാൻ തീരുമാനിച്ച ജെയിൻ്റെ ക്ലാസ് കാണണം, അല്ലെങ്കിൽ ഇത് മറ്റേ തന്നെ കെമിക്കൽ കൈനറ്റിക്സ് അല്ല എന്തെങ്കിലും കറണ്ട് ഇലക്ട്രിസിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന്. അതിൽ ഏതെങ്കിലും നടക്കണം, നടന്നേ പറ്റൂ. ഇന്ന് ഞാൻ കുറേ ഉറങ്ങിന് ഉച്ചയ്ക്ക്. അതിനോണ്ട് തന്നെ 12:30 വരെ പഠിക്കാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. എന്താവും പറഞ്ഞുകൂടാ, എന്തായാലും നമ്മൾ നോക്കാം. അപ്പോൾ എന്തായാലും ബ്രേക്കണേയാണ്. അപ്പോൾ ഗൈസ് ഏകദേശം 9:32 ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ അടിച്ചു വയ്ക്കുന്നിട്ട് ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കുറച്ച് എന്തോ ക്വസ്റ്റ്യൻസ് ഇട്ടോ 5A+ ചോദ്യം എന്നൊക്കെ കണ്ടിട്ടുള്ളത്.
അതൊന്നുമല്ല, കറണ്ട് ഇലക്ട്രിസിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ ജെയിൻ്റെ ക്ലാസ്സാണ് തീരുമാനിച്ചത്. എന്തായാലും കഴിയില്ല എന്നുള്ള ഉറപ്പാണ്. 1 മണിക്കൂർ 59 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ് ഞാൻ നോക്കിയപ്പോൾ. എന്തായാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. വേറെ എന്താ നോക്കാം, ഏടാൻ നോക്കാണ്ട് നമുക്കുണ്ടാ പേടി. എന്തായാലും ട്രൈ ചെയ്യണേ. ജെയിൻ്റെ നോക്കുകയാണെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി ഇപ്പോൾ സൈലത്തിൽ നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 58 മിനിറ്റ് ഉണ്ട്. ഞാൻ അത് കണ്ടിരുന്നു, അത് എന്നോ കണ്ടതാണ്, അത് മറന്നുപോയി. അതിനോട് തന്നെ ഒന്നും കൂടി കാണണം. എന്തായാലും ഒരു 1.25x 5xലൊക്കെ ഇട്ട് കാണാൻ വിചാരിക്കുക. ഞാൻ നമ്മൾ തുടങ്ങിയിട്ടു മച്ചാനെ. ഇനിയിപ്പോൾ മറ്റേ ഇതോണൊക്കെ വെച്ച് കണ്ടിരും. ഈ ലൈറ്റ് വാങ്ങിയിട്ട് വെറുതെ കുറച്ച് സെറ്റ് ഓണാക്കിയിട്ടുള്ളൂ. ഞാൻ വെറുതെ വാങ്ങിയെന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഇരുട്ടത്തൊക്കെ ഇരുന്നിട്ട് ലൈറ്റ് ഓണാക്കി പിടിക്കാം. പക്ഷേ കയ്യണ്ടേ. എന്തായാലും ഇന്നത് പഠിച്ചു നോക്കൊന്ന്. എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 11:50 ആയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല 11:50 തീരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു 2 മണിക്കൂറുള്ള ക്ലാസ്സില്ലേ, 10 മണിക്കൂർ തുടങ്ങുമ്പോഴത്തേനും 11:50 ഒരിക്കലും തീരെ വിചാരിച്ചിരുന്നു. ബട്ട് 1.75x ഇട്ട് കണ്ടു. എനിക്ക് കുറേ മനസ്സിലായിരുന്നു. ഞാൻ ആദ്യം പഠിച്ചായതുകൊണ്ട്. പിന്നെ അതുമല്ല ബോർഡ് എക്സാമിനുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നല്ലോ. അതിനോണ്ട് തന്നെ തീർത്തും സംശയമില്ല, നല്ല സിമ്പിളായിട്ട് തന്നെ മനസ്സിലായി ഒക്കെ കൺസെപ്റ്റൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പം വീഡിയോ നിർത്താനുള്ള ടൈമായിട്ടുണ്ട്. ഇനി എഡിറ്റിംഗ് പരിപാടി കഴിഞ്ഞിട്ടാണ് ഉറങ്ങാൻ. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെയൊക്കെ ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇതാ സ്ലോട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സ്ലോട്ട് 2 കംപ്ലീറ്റ് ചെയ്തു. അതിൽ തന്നെ ഫിസിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് വെട്ടി ഞാൻ പാർട്ട് 1 ഓഫ് ജെയിൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇവിടെ 26 എന്നുള്ള ഡേ 3 ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നാളെ 27-ാം തീയതിയാണ് ഡേ 4. എന്തായാലും നമ്മൾ മുന്നോട്ട് പോകുക തന്നെ. എല്ലാവരും ചലഞ്ചൊക്കെ ഏറ്റെടുത്തിട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുന്നത് എല്ലാവരും ഒന്ന് കമൻ്റ് ഇടാനൊക്കെ നോക്കുക. അതന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നൊരു ചെറിയ വീഡിയോ അല്ല, അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ ഡേ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡേ 4 വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഡേ 3 ആയപ്പോഴത്തേനും അടുത്തിട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസമായിട്ട് അടുപ്പിച്ചിങ്ങനെ കണ്ടിന്യൂസ് ആയി പഠിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം അടുപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട്. എന്തായാലും ഒരു ദിവസമൊക്കെ കുറച്ചൊക്കെ നല്ല രീതിയിൽ ബ്രേക്കൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ലേറ്റ് ഇടാതെ വെറുതെ വെച്ചിരിക്കുകയാണ്. ഒരു രസമല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വൈൻഡിങ് അപ്പ് വിത്ത് ഇറ്റ്സ് മീ ആനന്ദുക്കെ. ബൈ സൂപ്പർ പൊളി എന്നറി സബ്സ്ക്രൈബ് എന്നറി പൊളി കഴിക്കിട്ട് പൊളി.